ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിഫ്റ്റി പതിയെ പതിയെ മുകളിലോട്ട് വന്ന് ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, അപ്പൊ അതിനാൽ പല ആളുകളുടെയും ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ ലോസിൽ നിന്നും ഒരു പരിധി വരെ ലോസ് റിക്കവറായി കുറച്ച് പ്രോഫിറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും പ്രോഫിറ്റിലേക്ക് എത്താനുള്ള പരിശ്രമത്തില് ലോസ് കുറഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് ഒരു പോസിറ്റീവ് സെന്റിമെന്റോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി 24,853 ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് ഒരു 243 പോയിന്റിലധികം ഉയർന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്, 1% അടുപ്പിച്ച്. അതിന് മെയിൻ ആയിട്ട് ഒരു 10-15 സെക്ടറുകൾ ഉള്ളതിൽ ഒരു നിഫ്റ്റി ഫാർമ സെക്ടർ മാത്രമാണ് 0.41%, ഒരു 0.5% അടുപ്പിച്ച് ഡൗൺ ആയിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് വെള്ളിയാഴ്ച. ബാക്കി ഒരു ഓൾമോസ്റ്റ് ഒരു 10-14 സെക്ടറുകളെല്ലാം തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ സെക്ടർ മാത്രം 0.5% നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിനുശേഷം അടുത്ത ആഴ്ചയിലേക്ക് വാച്ച് ലിസ്റ്റില് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കിന്റെ പേര് പറയുന്നതായിരിക്കും. അത് ഗ്ലോബൽ മാർക്കറ്റ്സ് പറഞ്ഞതിന് ശേഷം പറയാം. ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ 0.35% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നാസ്ഡാക്ക് 1% ലോസിലാണ്, നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഡോ ജോൺസും 0.63% നെഗറ്റീവിലാണ്. S&P 500ഉം 0.69% നെഗറ്റീവിലാണ്. ഫഡ്സ മാർക്കറ്റും 0.25% നെഗറ്റീവിലാണ്. CAC 14 ഫ്രാൻസ് മാർക്കറ്റ് ഇത്തിരി നെഗറ്റീവ് ഇത്തിരി കൂടിയുണ്ട്, 1.69%, ഒരു 1.5% അധികം നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റും 1.64% നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജർമ്മൻ ഫ്രാൻസ് മാർക്കറ്റുകൾ 1.5% അധികം പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നിക്കി മാർക്കറ്റ് ജപ്പാന്റെ 0.37% പ്ലസിൽ തന്നെയാണ്. ഹോങ്കോങ് മാർക്കറ്റും 0.25% പ്ലസിൽ തന്നെയാണ്. ഓക്കെ, അപ്പോ ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഗ്ലോബൽ മാർക്കറ്റ്സിലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് ന്യൂസും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് പറയാനുള്ളത്, നിഫ്റ്റി ഇപ്പൊ ക്ലോസ് ചെയ്തേക്കുന്നത് 24,853 ഇവിടെ സപ്പോർട്ട് 24,400 ഞാനൊരു സപ്പോർട്ട് കാണുന്നത്. 24,400 സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 25,300 റെസിസ്റ്റൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഒരു 450 പോയിന്റിന്റെ താഴെ 24,400 സപ്പോർട്ടും ഒരു 450 പോയിന്റിന് മുകളിൽ 25,300 റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഈ വീക്കില് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച 19-ാം തീയതി തിങ്കളാഴ്ച 42% ഒരു ലോങ് പൊസിഷൻ ഉണ്ടായിരുന്നു ഇൻഡെക്സ് ഫ്യൂച്ചറിൽ. അതിനുശേഷം വെള്ളിയാഴ്ചത്തെ ഡാറ്റ ഒക്കെ അവൈലബിൾ ആയിട്ടില്ല. വ്യാഴാഴ്ച ഒരു 4 ദിവസം നോക്കുമ്പോൾ അവർ 42% ലോങ് ഉണ്ടായിരുന്നത് 32% ലോങ് പൊസിഷൻ കുറച്ചു. അതായത് ഇപ്പോ വ്യാഴാഴ്ചത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 32% ലോങ് പൊസിഷൻ ഉള്ളൂ, ബാക്കി 68% ഷോർട്ട് പൊസിഷനാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഡാറ്റ അവൈലബിൾ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ഈ ലോങ് പൊസിഷൻ 32 നിന്നും വേണമെങ്കിൽ കുറച്ച് കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടാണല്ലോ അവസാനം ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു 32% ലോങ് ഉള്ളത് 34% ആയിട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് എത്രയാണ് അടുത്ത ആഴ്ചയുടെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നമുക്ക് ചെയ്യാനായിട്ട് അനുവാദമില്ല. നമ്മൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതിനാൽ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒരു സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്ക് നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റോക്ക് ഞാൻ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ബജാജ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, അതാണ് ഈ സ്റ്റോക്കിന്റെ പേര്. ബജാജ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് 7,672 കോടി രൂപയാണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. കൺസ്യൂമർ ഡ്യൂറബിൾസ്, അതാണ് ആ സെക്ടറിൽ പെട്ട സ്റ്റോക്കാണ് ബജാജ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഓക്കെ, ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് 665 നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, സെല്ല് ചെയ്യാൻ പറയുന്നില്ല. ഞാൻ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് മുകളിലേക്ക് ഒരു അതിശക്തമായ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു ഏകദേശം ഒരു 25% അടുത്ത് മുകളിലേക്ക് അപ്സൈഡ് ചെയ്യാൻ ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ട് ആരും പരിഗണിക്കേണ്ടതില്ല.
എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 25% അടുത്ത് ഈ സ്റ്റോക്ക് ഒരു മാസം കൊണ്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഡിസ്ക്ലൈമർ ആയിട്ട് വീണ്ടും പറയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏകദേശം ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.